നമ്മൾ ഈ സ്റ്റേജ് നാടകങ്ങളെക്കാളും കൂടുതൽ വ്യത്യസ്തമാകും, അതുപോലെ തന്നെ റിസ്ക് ഉള്ളതും പിന്നെ ശ്രദ്ധിക്കപ്പെടുന്നതും തെരുവ് നാടകമാണ്. ഒരുപാട് തെരുവ് നാടകങ്ങൾ കളിച്ചിട്ടുണ്ടാവും. ഇവിടെ പൂവല് കളിക്കുമ്പോ എന്തോ ഒരു പിന്നെ പൂവല് കളിക്കുമ്പോ അവിടെ ഒരു സംഘടന, അത് പിന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നെ തനി രാഷ്ട്രീയ പിന്നെ നാടകമായതുകൊണ്ട് അവിടുത്തെ പിന്നെ മനസ്സൊക്കെ പെട്ടെന്ന് തട്ടിയവര്. അങ്ങനെ അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ പൗലോസ് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അത് പൂവല് കളിക്കുമ്പോ റഫീഖ് മണിയങ്ങാനത്തിന്റെ നമ്മളെ 1990 അവതരിപ്പിച്ച നാടകം. 95 പിന്നെ കേരളോത്സവത്തിന്റെ നാടകമായിരുന്നു. നമ്മളെ ധ്വനി ഭീമകാലിന് വേണ്ടിയിട്ട് അവതരിപ്പിച്ചാണ്. അതില് നമ്മ അരക്ക് കത്തിയിറക്കിയിട്ടാണ് പൂവല് നാടകം കളിച്ചത്. അരക്ക് കത്തിയിറക്കിയിട്ട് നാടകത്തിലില്ലത് അല്ലല്ല, ഭീഷണിയായിരുന്നു. പൗലോസ് നാടകം സ്റ്റേജിൽ കയറിയെങ്കിൽ അപ്പൊ നിങ്ങളെ തട്ടുന്നില്ല ഭീഷണിയായിരുന്നു. അപ്പോ നമ്മളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അരക്ക് കത്തി ഇറുക്കിയിട്ട് അതിലുള്ള 2-3 കഥാപാത്രം സ്റ്റേജിലുള്ളത് അരക്ക് കത്തി ഇറുക്കിയിട്ടാണ്. അത് സംവിധായകനും ഞങ്ങളും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്ന അവരെ ഉറപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി എത്തിയപാടിനെ ഭയങ്കര പ്രശ്നമാക്കി. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് അക്രമം വന്ന് സംവിധായകന്റെ നിർദ്ദേശം അങ്ങനെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൗലോസ് നാടകം പള്ളിക്കരയിൽ എടുത്തിന്. പള്ളിക്കരയിൽ പാങ്ങിൽ നല്ല പാല് കൊണ്ടിന്. രഘുവേട്ടന്റെ ഓർഗൻ എല്ലാം മറ്റേ പൊട്ടീന്. അപ്പൊ അതേ രഘുവേട്ടനെ അങ്ങനെയല്ലോ സോപ്പാക്കിയിട്ട് എടുത്ത് കൊണ്ടുവന്നാണ്. പെരിയ രഘുവേട്ടൻ പിന്നണി. അപ്പോലെ പിന്നണി ലൈവ് അല്ലേ, ഇപ്പൊ കേസറ്റ് ഇട്ടിട്ടല്ലോ. അപ്പൊ രഘുവേട്ടൻ പറഞ്ഞു എനക്ക് പൊട്ടേഷൻ തരുമ്പോൾ ഞാൻ വരാന്ന്. അപ്പോൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വേറെ തന്നെ റൂമുണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഇരിക്കാൻ. ഈ സ്റ്റേജ് മാത്രമേ കാണും, മറ്റവരെ കല്ലെന്ന് അറിയാൻ കഴിയാം. അപ്പൊ എന്തായാലും ഞങ്ങള് പൗലോസ് നാടകമാണെങ്കിൽ നമ്മ എന്തായാലും കൈകാര്യം ചെയ്യുന്നവരും മുൻകൂട്ടി പറഞ്ഞു. ഗുലുമാലിനാന്ന് പറഞ്ഞെങ്കിൽ എന്നിട്ട് നാടകം ഏകദേശം ഒരു 3 മണി സമയത്ത് നാടകം കളിക്കുന്ന പോലെയുള്ള കോഡ് നമ്പർ എടുത്തു. അങ്ങനെ പിന്നെ ഇവിടത്തേക്ക് അറിഞ്ഞു. നമ്മള് ഡാൻസും ഇവിടുന്ന് പോയ തിരുവാതിരയെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ സംഗതി ഭീമങ്ങാലൊക്കെ അറിഞ്ഞു. അങ്ങനെ ഭീമങ്ങാല് ബേടകം പഞ്ചായത്ത് അപ്പൊ പിന്നെ ബന്ധെടുക്കത്തോളം ഉണ്ടല്ലോ. കുറ്റിക്കൊന്നും ഭീമങ്ങാന്നും ബേടകത്തുനിന്നും ഒരു 10-14 ജീപ്പ് നമുക്ക് എസ്കോട്ട് വന്നു. പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഈ ക്ലബ്ബുകൾ, അതായത് വിന്നേഴ്സ് ബേടകം, സെൻട്രൽ കുറ്റിക്കോല്, ധ്വനിയിലെ 10-100 ആൾക്കാർ, അങ്ങനെ ചുറ്റും. അതായത് ഇവർക്ക് അവിടെ പോവല്ലേ നമ്മളെ നാടകം കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ ആൾക്കാരാണ്, ഇവിടുത്തെ ആൾക്കാർ. അപ്പൊ അതുകൊണ്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു. എന്നാലും പലയാൾക്കും കുറച്ച് വിശ്വാസത്തിനാലും കുറച്ച് നല്ല പേടി ഉണ്ടായിരുന്നു. ഭാവത്തിൽ തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം മുസ്ലിങ്ങളെ എന്ന് വിളിക്കേണ്ട ഒരു ഡയലോഗ് ഉണ്ട്. അതായത് മുസ്ലിങ്ങളെ പേടിച്ചിട്ട് അതാന്ന് ഒരു ഭയം ഉണ്ട്. കാരണം പോയ പാടിനെ കുറെ തന്നെ റാഗ് ചെയ്തത്. അപ്പൊ വേടത്തെ വണ്ടിയല്ലേ, നീ ആയിരിക്കും പൗലോസിന്റെ ആള് നാടകത്തിന്റെ എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ കുറച്ച് പഠിപ്പിക്കലും ചെയ്യുന്നു. അവർക്ക് ചെറിയൊരു പനിയും ഉണ്ടായിരുന്നു വരുമ്പോ. അതെ, അപ്പൊ ഈ നമ്മളൊരു 40 വർഷത്തിന് മേലെയായി ഇപ്പൊ ഇങ്ങനെ നാടക പ്രവർത്തനം അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനമായിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഇതന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. അതെ. റഫീഖ് മണിയങ്ങാനത്തിന്റെ പൗലോസ് എന്ന നാടകം കയറിയെടുത്തല്ല. നമ്മളെ കുണ്ടംകുഴിയിലാണ് ആദ്യം കയറിയത്. കുണ്ടംകുഴിയിൽ മാത്രം പ്രശ്നം ഉണ്ടായില്ല, ബാക്കി എല്ലായിടത്തും പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ആ നാടകത്തിൽ അയാൾക്ക് നാട് വിടേണ്ടി വന്നിട്ടോ, ഗൾഫിലേക്ക് പോകേണ്ടി വന്നിനി അവസാനം നാട്ടിൽ നിന്ന്. റഫീഖ് ഗൾഫിലേക്കെല്ലാം പോയി. ആ നാടകം എന്ന് പറഞ്ഞാൽ അതും പിന്നെ ആ കൊല്ലം എടുത്തല്ല ഇയാൾ ഈ തീവ്രവാദമായിട്ടുള്ള നാടകങ്ങളിന് ഇതുപോലത്തെ ജാതി ചിന്താഗതികൾക്കെല്ലാം എതിരായിട്ടുള്ള നാടകമാണ്. പക്ഷെ നമുക്കുള്ള ആകെ ഒരു ഉത്തേജകം എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ സംവിധായകൻ റഫീഖ് മണിയങ്ങാനം. റഫീഖ് മണിയങ്ങാനം എന്ന് പറഞ്ഞാൽ അന്നൊരു പടാവൃക്ഷമാണ്. ഇന്നത്തെ പോലെ ഒന്നുമല്ല. അയാൾ നിന്നേറും, മുമ്പിൽ തന്നെ നിന്നേറുന്നു, കത്തിയെടുത്തിട്ട് നിന്നേറും. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. അതുമല്ല അന്ന് അയാൾ ഒന്നുമില്ല, ഇന്നത്തെ പോലത്തെ സെറ്റപ്പ് ഒന്നുമില്ല. അന്നൊരു ലാമ്പി ഓട്ടോറിക്ഷ ഓട്ടിയിട്ടാണ് അയാൾ ജീവിക്കുന്നത്. എന്നാലും അയാൾ ആ ഓട്ടോറിക്ഷ ഓട്ടിയിട്ട് ആ ചന്ദ്രഗിരി നീർത്തേക്ക് റിഹേഴ്സലിന് വരും. പക്ഷെ നാടകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ്, ഇപ്പോഴും ജീവനാണ്. ഇപ്പൊ കുടുംബസമേതം നാടകത്തിൽ സജീവമായിട്ടുണ്ട്. ഇപ്പോ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നാടകത്തിൽ സജീവമായിക്കൊണ്ട് നാടക എന്ന ഒരു കൂട്ടായ്മ ഇപ്പൊ സജീവമായിട്ട് സംസ്ഥാന ലെവലിലുണ്ട്. പക്ഷെ കാസർഗോഡ് വളരെ ശക്തമാണ് അതിന്റെ പ്രവർത്തനം. മേഖല കേന്ദ്രീകരിച്ച് അത് പ്രവർത്തിക്കുന്നുണ്ട്. റഫീഖ് അല്ല അതിന്റെ? അതെ, റഫീഖ് ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, പിന്നെ വിജയൻ കാടകം, അതിൽ ജില്ലാ കമ്മിറ്റിയിലും ഞാനും ഹരിദാസ് എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഏത് മേഖലയിൽ വരുന്നത്? ഏത് മേഖലാ കമ്മിറ്റിയിൽ വരുന്നത്? കാടകം മേഖല നല്ല ശക്തയായ ഒരു മേഖലയായിരുന്നു. നമ്മളെ നാടകം വെച്ച അപ്പോൾക്ക് അതിന് അവര് പിന്നെ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടിട്ട് കാടകം മേഖലനെ 2 ആക്കി. കാസർഗോഡ് മേഖലയും കാടകം മേഖലയും വേറെ ആക്കി. അപ്പൊ നല്ല പ്രവർത്തകർ കുറച്ച് കാസർഗോഡേക്ക് പോയി. അതിന്റെ ഒരു ക്ഷീണം കാടകം മേഖലക്ക് ഇപ്പൊ ഉണ്ട്. ആ പൗലോസ് നാടകത്തിലെ പൗലോസ് അരങ്ങേറുന്ന ഒരു വല്ലാത്തൊരു സീനാണ് അത്. ശരിക്കും കുടിൽ പോരുന്ന ഒരു സീനാണ്. അതായത് തീന്ന് മുളക്കുന്നതാണ് പൗലോസ്. തീന്ന് മുളച്ചിട്ട് വരുന്നതാണ്. അപ്പൊ ഓനെ തകർക്കാൻ പറ്റില്ല, ആശയത്തിനെ തകർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ എഴുത്തുകാരന്റെ ആ ഒരു
അതിൽ നല്ലൊരു പാട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. അത് ഓർമ്മയുണ്ടോ കൃഷ്ണന്? കുറച്ചൊരു 2-3 വരി ഓർമ്മയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു 30 കൊല്ലായി ആ നാടകം കളിച്ച്. ആര് പാടിയത് നാടകത്തിലപ്പോ? നാടകത്തില് രഘുവേട്ടൻ, പെരിയ രഘുവേട്ടൻ. ശരി. ഉടനെ പൗലോസിന്റെയും പിന്നെ അതായത് അന്ന് ഇയാളെ റഫീച്ചാന്റെ അസിസ്റ്റന്റായിട്ട് അയാളിന്നെ അയാളെല്ലാ നാടകത്തിനും ഉസ്താദും അസംബായും രഘുവേട്ടനും. ആ പാട്ടൊന്ന് പാടുന്നത്. വെട്ടി നുറുക്കും ഞാൻ ഈ നാട്ടിൻ പാഴ്മരം കൊടിമരം കടയോടടിച്ചു വീഴ്ത്തി തട്ടി നിരത്തി ഞാൻ ആ തറക്കല്ലിന്മേൽ എഴുതി വെക്കും ശാസ്ത്രവിശ്വാസത്തിൻ അക്ഷരങ്ങൾ. ഗംഭീര പാട്ടായിരിക്കും അല്ലേ? എത്ര 2-3 മിനിറ്റ് ഉണ്ട് അത്? ഉണ്ട്. അതായത് പൗലോസ് ഇങ്ങനെ തീന്ന് അത് അഗ്നിന്ന് ഇങ്ങനെ എണീച്ചിട്ട് വരുന്നതാണത്. അത് നമ്മളെ ഇവിടെ ചെയ്തതിന് നമ്മളെ ജയരാജായിരുന്നു, ഭീമകാൽ കപ്പൽ രാജ എന്നറിയപ്പെടുന്ന ജയരാജ്. അവനായിരുന്നു ശരിക്കും ഫിക്സഡ് പൗലോസ്. ദുബൈയിലാണെങ്കിലും പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാല് വീട്ടിലൊന്നും വലിയ പിന്നെ ഇതുണ്ടായിട്ടാ, അലോട്ട് ഉണ്ടായിട്ടാ. അച്ഛനും അമ്മക്കൊന്നും വലിയ ഇഷ്ടമല്ല നാടകം അവതരിക്കുന്നത്. എന്നാലും ഓൻ ഒളിച്ചിട്ട് വന്നിട്ട് നാടകത്തിന്റെ റിഹേഴ്സലിന് സജീവമായിട്ട് പങ്കെടുക്കും. ഓന് ഭയങ്കര താല്പര്യമാണ്, സാംസ്കാരികത്തോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഓൻ പോയാലേ നമ്മളെ പൗലോസ് പൊട്ടീനെ. ഓൻ പിന്നെ ഇവിടുത്തെ സ്റ്റേജും സ്റ്റേറ്റും കഴിഞ്ഞിട്ടായിട്ട് നമ്മൾക്ക് ഓന് ഗൾഫിലേക്ക് വിസ വന്നു, ഓന് പോണ്ടി വന്നു. പിന്നെ നമ്മ പെരിയ വിശ്വേട്ടനെ വെച്ചിട്ട് ചെയ്തതാണ് ആട പൗവലില്. അതെങ്കിൽ നാടകത്തിൽ ഇങ്ങനെ സജീവമാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പരിഷത്തിൽ കുറച്ച് കേരള സാഹിത്യ പരിഷത്തില് ഉണ്ടായിരുന്നു. ഞാൻ എത്ര വർഷം ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 4-5 കൊല്ലം ഞാൻ ഇവിടെ യൂണിറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. അന്ന് കൊച്ചി മുരളി, സുന്ദരൻ പോലുള്ള പ്രഗത്ഭ വ്യക്തികളായിരുന്നു അതിന്റെ മുൻനിര പ്രവർത്തകർ. ടൈലറിങ് മേഖല ഉണ്ട്, പക്ഷെ ഞാൻ പണിയെടുക്കൽ കുറച്ച് കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ട് കാലങ്ങളെ അതിരിക്കും ഒഴിവാക്കിയതാണ്. 2000 കാലങ്ങളാകുമ്പോൾ തന്നെ ഞാൻ എല്ലാം എസ്കേപ്പ് ആയിരുന്നു. കാരണം എനിക്ക് ഡിസ്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇരുന്നിട്ടുള്ള ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഞാൻ വല്ല എസ്കേപ്പായിട്ടാണ് ഞാൻ പെയിന്റ് മേഖലയിലേക്ക് വന്നത്. പിന്നെ പെയിന്റിങ്ങിൽ ഞാൻ സജീവമായിരുന്നു ഈ കഴിഞ്ഞ വർഷം വരെ, അതായത് 2025 വരെ. ഇപ്പൊ വീണ്ടും എൻ്റെ ആ പഴയ പ്രശ്നം ചെറിയ ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ബാക്കി മറ്റേ വർക്ക് ചെയ്യുന്നുണ്ട്, പണിക്കാർ പണിയെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പഞ്ചകർമ്മെല്ലാം ചെയ്തിട്ടുണ്ട് പോയിട്ട്. അപ്പൊ ശരീരം ഇളതായിട്ടുണ്ട്. ഇപ്പൊ പുതിയ എന്തെങ്കിലും പുതിയ നാടകം നമ്മളെ പൂത്താറ് നാടകത്തിനെ കുറച്ച് വലുതാക്കിയിട്ട് കുറച്ച് ആശയങ്ങളിൽ കൂട്ടിയിട്ട് 2-3 കഥാപാത്രങ്ങളെ കൂട്ടിയിട്ട് അത് രംഗത്തേക്ക് കൊണ്ടുവരണം. കുറച്ച് ദിക്കിൽ കളിക്കണം. നമുക്ക് കുണ്ടംകുഴി, കുറ്റിക്കോൽ പോലുള്ള പ്രദേശങ്ങളിൽ കളിച്ചിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ആ നാടകത്തിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഇടയിലാണ് ഞങ്ങളുള്ളത്. നാട്ടക്കിന്നെ ആയിരിക്കും അതിന് മിക്കവാറും നേതൃത്വം. കാരണം അത് നാട്ടക്കിന്റെ തന്നെ നാടകമാണ്, നാട്ടക്കിന്റെ സ്വന്തം നാടകം. അപ്പൊ അത് വിജയേട്ടൻ ഹരിദാസെല്ലാം അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് അവര്. കാരണം സ്ക്രിപ്റ്റ് വിജയൻ കാടകത്തിന്റെ ആണ്, അപ്പൊ അതിന്റെ സംവിധാനം ഹരിദാസാണ്. അപ്പൊ അവര് രണ്ടാളും ഇതാക്കിയിട്ട് അത് ആകെ ഒരു 25-30 മിനിറ്റിനുള്ളിൽ തീരുന്നു. അതിനൊരു കയ്യെങ്കിലും ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റ് പോലെ വെച്ചിട്ട് 2 കഥാപാത്രങ്ങളെ കൂട്ടിയിട്ട്. ആദ്യത്തെ സീൻ ജയരാജ് കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ സീൻ കട്ടാക്കിയിട്ട് ശരിക്ക് ജനങ്ങളെ ഇടയിൽ നിന്ന് വന്നിട്ട് ജനങ്ങളെ പ്രശ്നം തന്നെ പറയുന്ന രീതിയിൽ, പച്ചയായി പറയുന്ന രീതി. ആ പണ്ടത്തെ അത് ആദ്യം കാണിച്ച പഴയ കാലത്തെ ഒരു പ്രൗഢിത്താണ് അതിൽ കാണിച്ചത്. അതിന്റെ ആവശ്യമില്ല. അതിനെ വേണമെങ്കിൽ നമുക്കതിനെ ജനകീയമായിട്ട് ഒരു തെരുവ് നാടക സ്റ്റൈലിൽ കൊണ്ടുവരാൻ. എന്നിട്ട് എന്തായാലും നാട്ടിലെ ഇലക്ഷൻ നമുക്ക് നാട്ടുകാരെ കണ്ണിലേക്ക് എത്തിക്കണ നാടകം എന്നില്ല ഒരു ചർച്ചയിലുണ്ട് ഞങ്ങൾ. അപ്പൊ ഈ നാടകത്തിന് വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും ഈ നാടകത്തെ ഇപ്പൊ കുറച്ച് പിറകിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് ആൾക്കാർ വരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ നാടകത്തെ കൂടുതൽ സജീവമാക്കാനുള്ള ഒരു അതിനാണ് നാട്ടക്കിന്റെ ഉദ്ദേശം. നാട്ടക്ക് പറഞ്ഞ സംഘടനയുടെ ഉദ്ദേശം തന്നെ നാടകങ്ങൾ ഉണ്ടാക്കുക. അതായത് ഏത് ക്ലബ്ബുകളിൽ നാടകം വെക്കുന്നുണ്ടെങ്കിൽ ആ ക്ലബ്ബുകളെ സഹകരിച്ചുകൊണ്ട് നാടകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവരെടുക്കുക, ഒന്നിച്ച് കൂടാ, സഹായിക്കുക എന്ന് തന്നെ നാട്ടക്കിന്റെ ഉദ്ദേശ ലക്ഷ്യം. അതിൽ ഞാൻ നേരത്തെ ജയരാജോട് പറഞ്ഞല്ലോ, നമ്മളെ കരിവള്ളൂരിന് ഇങ്ങോട്ട് മാത്രമാണ് ഈ നാടകത്തിനോട് കുറച്ച് ബാക്ക് അടിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ. ബാക്കി അങ്ങോട്ടെല്ലാം തെക്കൻ മേഖലയിലെ നാടകം ഇന്നും ഭയങ്കര പ്രാധാന്യത്തിൽ. കാലിക്കടവെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മാസത്തിൽ 1-2 നാടകങ്ങളുണ്ട്. നമ്മൾ സാധാരണ പോലും ഉണ്ട് നാടകം നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ മേഖലയിൽ ഇങ്ങോട്ട് നമ്മുടെ ഈ ജില്ലയിലെ ഈ ഭാഗത്ത് നാടകത്തോട് എന്തെന്ന് അറിയുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് 2000 വർഷത്തിന് ശേഷം, 2000-ത്തിന് മുമ്പെല്ലാം നമ്മളെ ഇവിടെ നല്ല സജീവമായിട്ട് കാടകം, ബേടകം, കുറ്റിക്കോല്, കുണ്ടംകുഴിയിലെല്ലാം നാടകം നിറഞ്ഞു നിന്നൊരു കാലമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നാടകങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ഇപ്പൊ തൽക്കാലമായിട്ട് നമ്മൾ നാടകം കണ്ടു തന്നെ നമ്മൾ നാടക ഉത്സവം വെച്ചില്ല മുന്നാട്. അതിലാണ് ഒരു 3-4-5 നാടകം നമ്മൾ കണ്ടത്. അത് ഒരു 2-3 നാടകം ആർക്കും മനസ്സിലായിട്ടില്ല. അതിൽ ഭയങ്കര
ഇത് വന്നിന്. അത് പിന്നെ ചില അമേച്ചർ നാടകങ്ങളാകുമ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാവണമെന്നൊന്നുമില്ല. എങ്കിലും നാടകം വരണം എന്ന് വരുന്ന തലമുറ, അതായത് നമ്മളെ ഇളയ തലമുറ നാടകത്തിനോ നെഞ്ചിലേറ്റുന്ന ഒരു പിന്നെ സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. കാരണം നമ്മുടെ സംസ്കാരവും സാഹിത്യവും അടുത്തടുത്ത് നിന്നെങ്കിലേ നമ്മളിൽ നല്ലൊരു തലമുറേനെ വാർത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാവരും ഈ മൊബൈലിന്റെ വഴി തന്നെ ആയിപ്പോകും. മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന പോലെ എല്ലാ തലമുറ ആയിപ്പോകുന്നതാണ് എനിക്കെല്ലാം ശരിക്കും ഭയമുണ്ട്. പിന്നെ ഗുരുനാഥന്മാരോടുള്ള സമീപനങ്ങളെല്ലാം എന്നത്തെ തലമുറ എങ്ങനെയെന്ന് ഊഹിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ പേടിയാവുന്നു വിചാരിച്ചു. കാരണം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ നമ്മളെ കൊണ്ടുപോയി സ്കൂളിന്റെ ആ കാര്യം നമ്മൾ ലൈവായിട്ട് അവിടെ കണ്ടതാണ്. അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭയം തന്നെ ആവുന്നു. കാരണം ഇവരങ്ങനെ നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്ത് എന്ന് പറഞ്ഞെങ്കിൽ സ്കൂളിൽ നിന്ന് എന്നെ ശശി മാഷല്ല, എന്റെ ക്ലാസ് മാഷ് ശശി മാഷായിരുന്നു. ഞങ്ങൾ ഹോട്ടലിൽ നിന്നാണ് അയക്ക് ഭക്ഷണമല്ലോ, ഞങ്ങൾക്ക് ഹോട്ടലുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് മാഷ് കച്ചിനിന്ന് അമ്മാവനോട് പറഞ്ഞ 2 തല്ല എനിക്ക് അമ്മാവൻ്റെ അടുത്ത് നിന്ന് കിട്ടും. കാരണം വെറുതെ തയ്ക്കില്ല മാഷ്, കുത്തുകേട് എടുത്തിട്ടുണ്ടാവുന്ന. അപ്പൊ ഒരു തല്ല് കിട്ടും. ഇന്നൊരു മാഷ് അടിച്ചിനെന്ന് പറഞ്ഞെങ്കിൽ അവിടുന്ന് വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അമ്മാവന്മാരും പോയിട്ട് ചോദിക്കലല്ലോ മാഷോട്, എന്തിനെന്റെ മോനെ തച്ചിനത്, നിനക്ക് എന്താ ആവശ്യമില്ലേ തയ്ക്കാൻ. അപ്പൊ സംസ്കാരമാണ് അവിടെ നമുക്ക് ഇത് കളയുന്നത്. അതെ. അപ്പോ കൃഷ്ണന്റെ ശരി, നിങ്ങൾ പറഞ്ഞത് പിന്നെ അതിൽ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അവസാനം പറഞ്ഞ കുറെ പോയിന്റുകളുണ്ട്. അപ്പൊ നമ്മുടെ സാംസ്കാരിക രംഗങ്ങളും അല്ലെങ്കിൽ നാടക രംഗങ്ങളും ഒക്കെ കൂടുതൽ സജീവമാകേണ്ട ഒരു കാലം. കലാ സാംസ്കാരികത്തിന് നല്ല പാഠ്യപദ്ധതിയെ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ഒരു പീരീഡിനെ ഒഴിവാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കലാ സാംസ്കാരികത്തിന് വേണ്ടി ഒരു പീരീഡിനെ മാറ്റി വെക്കണം. കലയും സംസ്കാരവും പിന്നെ നാടകവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു തലമുറയാവും. അല്ലാതെ വെറും ഒരു പഠനം കൊണ്ട് തന്നെ ഒരു തലമുറയെ നല്ലൊരു തലമുറയായിട്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഓക്കെ, ഇഷ്ടം. അപ്പൊ ഇത്രയും പിന്നെ സമയം നാട്ടുവാർത്തയുമായി ചെലവഴിച്ച് താങ്ക്സ്.